ഹലോ വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൺസ്ക്രീനിനെ കുറിച്ചാണ് കേട്ടോ. ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു സൺസ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ മുഖത്ത് നന്നായിട്ട് ഡാർക്ക് കളർ ആവാറുണ്ട്, ടാൻ അടിക്കാറുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് റീസൺ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ആദ്യം സംസാരിച്ച് വെറുപ്പിക്കണില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പം ഇതിന് വലിയ കുറച്ച് റീസൺസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, ഇൻആഡ്വക്കേറ്റ് സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ. ഇതാണ് ഫസ്റ്റ് വൺ. ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് ടാൻ അടിക്കുന്നത്, നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഡാർക്ക് ആവാൻ ഒരു റീസൺ. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയിലും ഫേസിലൊക്കെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ഫേസിലെ എല്ലാ സ്ഥലത്തും ബോഡിയിലൊക്കെ ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യണം. അല്ലാത്ത വിധമാണ് നമുക്ക് അത് ഇടാത്ത സ്ഥലത്ത് ടാൻ അടിക്കുന്നത്. അപ്പോൾ 2, ഇൻകറക്റ്റ് സൺസ്ക്രീൻ ചോയ്സ്. ചൂസിങ് ദ റോങ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ. അതും ഒരു കാരണമാണ് നിങ്ങളുടെ സ്കിന്നിന് ഡാർക്കുന്നത്. അപ്പം അതായത് ചില സൺസ്ക്രീൻ ലോഷന് നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് ചിലപ്പം ശരിയായിരിക്കില്ല കേട്ടോ. അപ്പം അതൊക്കെ നമ്മളിപ്പോൾ പകൽ മാത്രമല്ല കേട്ടോ, രാത്രിയും നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പം ഈ ഫാക്ടേഴ്സൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു സൺസ്ക്രീൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള സ്കിന്നിന് അത് നോക്കിയിട്ട് മേടിക്കും. നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ പറഞ്ഞാൽ യൂസിങ് അൾട്രാ സൺസ്ക്രീൻ ഉപയോഗിക്കാനാണ് പറയുന്നത്. അതാകുമ്പം സേഫാണ്, നമ്മുടെ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്. പക്ഷെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ മാക്സിമം സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കണമായിരിക്കും നന്നാവട്ടെ. ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെ അടുത്തോ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തോ ആരെങ്കിലും ചോദിക്കാം. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കുറച്ചും കൂടെയൊക്കെ. ഏതെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ ഒരു സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് കൂടാണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ, അതേപോലെ എനിക്ക് ലോട്ടസും ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ടിൻറ്റഡ് കേട്ടോ. അതും നല്ലതായിരുന്നു. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് സൺകോട്ട് ജെല്ലെന്ന് പറഞ്ഞിട്ട് കണ്ടോ, സൺകോട്ട് ജെല്ലെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 560 രൂപയുണ്ട് കേട്ടോ. 100 ഗ്രാം ഉണ്ട് ഇതിനകത്ത് സൺകോട്ട് ജെല്ല് കേട്ടോ. ഇത് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ ഡ്രൈ സ്കിന്നാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പൊട്ടിയൊക്കെ വരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പം എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. നോൺ ഗ്രീസി, നോൺ സ്റ്റിക്കി ആണ് കേട്ടോ. ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു ഇതുണ്ടാവണം, ഒരു സ്റ്റിക്കി അല്ല, ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് വേണമെന്നാണ് കേട്ടോ പറയുക. പെട്ടെന്ന് അബ്സോർബായി പോകുന്നതിനേക്കാളും കുറച്ച് വൈറ്റ് കാസ്റ്റ് വന്നിട്ട് അതിങ്ങനെ പയ്യെ അബ്സോർബായി പോകുന്ന സൺസ്ക്രീനാണ് ബെസ്റ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരെണ്ണമാണ് കേട്ടോ. സൺകോട്ട് 560 റുപ്പീസാണ്. ഇത് മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നമുക്കൊരു ഗ്ലോ കിട്ടും, ഒരു പിങ്ക് കളറാട്ടോ. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഗ്ലോവും കൂടെ കിട്ടും ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇതും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ മേക്കപ്പ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഇത് മാത്രം ഇട്ടുകൊണ്ട് പോകും. ഒരു BB ക്രീമൊക്കെ ഇട്ട പോലെയാണ്. രാത്രിയൊക്കെ കൂടുതലും പുറത്ത് പോകുമ്പോൾ ഞാൻ ഇതാട്ടോ ഇടാറുള്ളത്. പിന്നെ പകൽ പുറത്ത് പോകുമ്പോൾ നല്ല വെയിലായിരിക്കില്ല, ആ സമയത്താണ് ഞാൻ ഈ സൺകോട്ട് ജെൽ ഇതുപോലെ സൺസ്ക്രീൻ UV റേസ് പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാറുള്ളത്. രാത്രി ഞാൻ ഇത് ഉപയോഗിക്കും കേട്ടോ. അപ്പം ഇത് നിങ്ങൾ പകൽ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും റീഅപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം അപ് ടു 2-3 hour ഉള്ളൂ എന്ന് തോന്നുന്നു ഇതിൻ്റെ ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഡസ്റ്റ് സ്റ്റിക്കിംഗ് ടു സൺസ്ക്രീൻ. അതായത് നമ്മളെ ചില ഗ്രീസി ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മൾ മുഖത്തിട്ട് അങ്ങനെ പറ്റി നിൽക്കുന്ന സൺസ്ക്രീൻ ഇട്ടിട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഡസ്റ്റൊക്കെ അതിൽ പിടിച്ച് നിൽക്കൂലേ. അപ്പോൾ അതും ഒരു കാരണമാണ് കേട്ടോ നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അധികം ഓയിലി അല്ലാത്ത നോൺ സ്റ്റിക്കി ആയിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്വെറ്റ് ആൻഡ് സൺസ്ക്രീൻ ഇൻട്രാക്ഷൻ. അതായത് നമ്മൾ പുറത്ത് പോകുമ്പോൾ വേർക്കുമല്ലോ, നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ വേർക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ആ സൺസ്ക്രീനൊക്കെ കുറച്ച് പോവും, അല്ലെങ്കിൽ വേർപ്പായിട്ട് അത് ഡൈല്യൂട്ട് ആവും. അപ്പോൾ ആ സമയത്ത് എന്താവും എന്ന് വെച്ചാൽ നമുക്ക് ആ റേഡിയേഷൻ UV അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനകത്തുള്ള അപ്പോൾ അതൊക്കെ നഷ്ടമാവും, അല്ലെങ്കിൽ അത് കുറയും. അതുകൊണ്ടും കൂടെയാണ് നമ്മുടെ സ്കിൻ അപ്പോൾ എന്ത് ചെയ്യും, ആ ഏരിയയിൽ ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ സ്വെറ്റ് ആവാത്ത, നോൺ സ്റ്റിക്കി അല്ലാത്ത, UV പ്രൊട്ടക്ഷൻ കൂടുതലുള്ള സൺസ്ക്രീൻ ലോഷനൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം.
ഇനി ഒരുപാട് റീസൺസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്കിന്ന് ഡാർക്ക് ആവാനുള്ള. അല്ലാതെ നമ്മുടെ സ്കിന്നിന് പറ്റാതെ നമ്മളത് കറക്റ്റ് രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു പ്രശ്നമല്ല, നമുക്ക് സ്കിന്നൊന്നും ഡാർക്ക്. എനിക്ക് ഇതുവരെ ഡാർക്കായിട്ട് തോന്നും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, സൺസ്ക്രീൻ ലോഷൻ ഇടുമ്പോഴും അതുപോലെ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്തൊക്കെ ഇതേപോലെ ആവാറുണ്ട് ചിലർക്ക്, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇങ്ങനെ ആ സൺസ്ക്രീൻ ഇട്ടാൽ സ്കിന്ന് ഡാർക്ക് ആവുമെന്ന് വെച്ചിട്ട് അവർ സൺസ്ക്രീൻ ഇടത്തില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കിന്ന് ഡാർക്ക് ആവില്ല, അല്ലാതെ അത് ഉപയോഗിച്ചുകൊണ്ടല്ല. അപ്പം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, സ്വെറ്റ് അധികം അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കുറേ സൺസ്ക്രീൻ കിട്ടും, അത് ഉപയോഗിക്കുക. സ്വെറ്റ് റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ ഉപയോഗിക്കുക. പിന്നെ റീ ആപ്ലിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനും നോക്കാറില്ല. അപ്പം നിങ്ങളൊരു 3 hours, അതിന് അവർ പറഞ്ഞിട്ടുണ്ടാവും, അപ് ടു 3 hours, അപ് ടു 2 hours പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ കുറേ സ്റ്റിക്കൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ വീണ്ടും അപ്ലൈ ചെയ്യുക. പിന്നെ നല്ല വെയിലുള്ള സമയത്ത് പുറത്ത് പോകാണ്ടിരിക്കുക. ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം ഒരു പീക്ക് ടൈമിൽ പോകാണ്ടിരിക്കുക. പോവുകയാണെങ്കിൽ തന്നെ ക്ലോത്ത്സൊക്കെ നല്ല ബ്ലാക്ക് കളർ ഭയങ്കര അങ്ങനത്തെ ക്ലോത്ത് ഇടാണ്ട് കോട്ടൺ ക്ലോത്തൊക്കെ വൈറ്റ് കളറിൽ ലൈറ്റ് ഷെയ്ഡിലൊക്കെ ക്ലോത്ത്സ് ഇടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബോഡിയിലൊക്കെ ടാൻ, ഇപ്പം നമ്മൾ ബീച്ചിൽ ഡയറക്റ്റ് 12 മണിക്ക് പോയിരുന്ന സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് പോയിരുന്ന അന്ന് കുറച്ച് കറക്കമൊക്കെ ചെയ്യും കേട്ടോ. കാരണം അത്രയും ചൂടാണ്. നമുക്ക് ശരിക്കും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ അത്രയും, അല്ലെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അങ്ങനെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യണ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കണം. എന്നാൽ നമുക്കൊരു 70-80% നമുക്ക് കുഴപ്പമില്ല, സ്കിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല ആരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.